ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നിന്റെ പരിപൂർണമായിട്ടുള്ള കടങ്ങൾ വീടും. നിന്റെ മുഖക്കെട്ടുകൾ മാറി, തടസ്സങ്ങൾ മാറി, കടങ്ങളെല്ലാം വീടാനുള്ള മാർഗം ഈ അമൽ കൊണ്ട് എളുപ്പമാകും. വെറും 7 ദിവസം നീ തുടർച്ചയായി ഈ അമലിനെ ചെയ്താൽ നിന്റെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നീങ്ങും. ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രതകൾ ഉണ്ടാകും. സെഹർ മൂലം, പൈശാചികമായിട്ടുള്ള ഷറുകൾ മൂലം വന്ന സാമ്പത്തിക തകർച്ചയുണ്ടല്ലോ, അത് പരിപൂർണമായി നീ ഈ അമലിനൊന്ന് വെറും 7 ദിവസം ഒന്ന് ചെയ്തു നോക്ക്. റിസൾട്ട് ഉറപ്പാണ്. ഇത് മുജറബായിട്ടുള്ള അമലാണ്. ഒന്ന് ചെയ്തു നോക്ക്. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ സങ്കടം പറയുന്ന ഒരു വിഷയമാണ് കടത്തിൻ്റെ പ്രയാസങ്ങൾ. ഒരാളെ സംബന്ധിച്ചിടത്തോളം കടമുണ്ടായി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ്, അവൻ്റെ സന്തോഷങ്ങൾ അവസാനിക്കുകയാണ്. എപ്പോഴും ഒരു വിഭ്രാന്തിയായിരിക്കും. അത് ചെറിയ കടമായിക്കോട്ടെ, വലിയ കടങ്ങളായിക്കോട്ടെ, ജീവിതത്തിലെ എല്ലാ സമാധാനവും നഷ്ടപ്പെടും. ജീവിതത്തിലേക്ക് കടം വരലോടുകൂടി, കടം പെരുക്കലോടുകൂടി എല്ലാവരും അതിൻ്റെ പ്രയാസത്തിലാണ്. കടങ്ങളൊക്കെ ഒന്ന് വീടിക്കിട്ടണം. ഇൻഷാ അല്ലാഹ് ഈ ഒരു അമല് വെറും 7 ദിവസം നിങ്ങൾ ചെയ്താൽ നിങ്ങളെ സകല കടങ്ങളും വീടാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരും. അതിനുള്ള തടസ്സങ്ങൾ അല്ലാഹു നീക്കി തരും. പൈശാചികമായിട്ടുള്ള സിഹർ സംബന്ധം മൂലം വന്നു ചേർന്ന സാമ്പത്തിക തകർച്ചകൾ, എല്ലാ തകർച്ചകളും അവസാനിക്കുന്ന ഒരു അത്ഭുത അമല്. ചില ആളുകൾക്ക് മുഖക്കെട്ട് മൂലം തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്, കടങ്ങൾ പെരുക്കാറുണ്ട്. നമ്മളൊക്കെ നോക്കുന്ന സമയത്ത് തടസ്സങ്ങൾ വന്നുകൊണ്ട്, പൈശാചികമായ ഷെറ് വന്നുകൊണ്ട് സാമ്പത്തിക ഭദ്രതകൾ തകർന്നു പോയ ആളുകൾ, സിഹർ ചെയ്തുകൊണ്ട് അവൻ്റെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതികൾ തകർച്ചയിലേക്ക് എത്തിച്ചവരുണ്ടാവാം. ആ തകർച്ചയിൽ നിന്നെല്ലാം ഒരു മോചനം ഉണ്ടാവാൻ ഈ അമല് 7 ദിവസം നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും ഏതാണ് ഈ അമല്, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് എൻ്റെ കടം വീടുമോ എന്ന് സംശയമുള്ളവരുണ്ടാവും. ആരും സംശയിക്കേണ്ട. ഒരു യക്കീനോടുകൂടി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ മുൻനിർത്തിക്കൊണ്ട് ഈ അമലിനൊന്ന് ചെയ്തു നോക്ക്. ഒരു ഉറപ്പോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്. ഓരോരോ അമല് നമ്മൾ സ്വീകരിക്കുമ്പോഴും നമുക്കൊരു ആത്മാർത്ഥത വേണം, ഒരു ഇഖ്ലാസ് വേണം. നമ്മളെ കമൻറ്റ് സെക്ഷനൊക്കെ എടുത്തു നോക്കിയാൽ എത്ര ആളുകൾക്കാണ് ഓരോരോ അമല് കൊണ്ട് അവർക്ക് റിസൾട്ട് ലഭിച്ചത്. അവർക്ക് റിസൾട്ട് ലഭിച്ചതിൻ്റെ മുഅ്മിനീങ്ങൾ ആദ്യം എന്തുകൊണ്ടാണ്? അവർ ഈ നമ്മൾ പറയുന്ന ഓരോരോ അമലിനെയും അവർ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു എന്നുള്ളത് മാത്രമാണ്. ഹൃദയത്തോട് വെച്ച് സ്വീകരിച്ചു. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ, നമ്മൾ ഓതുന്ന ദിക്റിൻ്റെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ ഒരു ഫള് കൊണ്ട് അവർക്കതിൽ ഉത്തരം കിട്ടുകയാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ അമലൊന്ന് സ്വീകരിച്ചു നോക്ക്. നമുക്ക് പണച്ചെലവില്ലല്ലോ, വേറെ കാര്യങ്ങളില്ലല്ലോ. 7 ദിവസം ഈ ചെറിയ ഈ ആയത്തിനെയും ഈ ചെറിയൊരു ദിക്റിനെയും ഇൻഷാ അല്ലാഹ് കൊണ്ടുവന്നുകൊണ്ട് ഈ അമല് നിങ്ങൾ ചെയ്താൽ പോരെ. ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് പറയാം. അമല് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവരുണ്ട്. തങ്ങൾ പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പൈശാചികമായിട്ടുള്ള കെണി വലകളിലാണ്, സിഹറിൻ്റെ പ്രയാസത്തിലാണ്, വലിയ തടസ്സങ്ങളിലാണ്. ഇതുവരെ ഒരു ജോലിയായിട്ടില്ല. മകൻക്ക് 30-35 വയസ്സായി, ഇതുവരെ കല്യാണപ്രായമായിട്ടും കല്യാണ വിവാഹങ്ങൾ അടുത്ത് കിട്ടിയിട്ടില്ല. ഭർത്താവിൻ്റെ സ്വഭാവം വളരെ മോശമാണ്. ആ സ്വഭാവം നന്നാവാൻ, ഭാര്യയുടെ സ്വഭാവം വളരെ മോശമാണ്, അവ നന്നായി കിട്ടാൻ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സ്നേഹമില്ല, ഒരു ഐക്യമില്ല, മക്കളെന്നോട് സ്നേഹമില്ല എന്നൊക്കെ പറയുന്ന ധാരാളം ആളുകൾ, ധാരാളം കേസുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും നമ്മളിവിടെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട്. ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. വീട്ടിൽ 2 ദിവസമാണ് നോട്ടമുള്ളത്, ശനിയും തിങ്കളുമാണ്.
ഒരാഴ്ചയെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അടുത്തൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് പരമാവധി ആളാവുമ്പോൾ ഒരു ദിവസത്തെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, ബുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യും. 100, 120, 130 ആളാവുമ്പോൾ ഒരു ദിവസത്തെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. എടുക്കാൻ കഴിയുന്ന ആളുകളെ മാത്രമേ എടുക്കാറുള്ളൂ. അതുകൊണ്ട് മുൻകൂട്ടി ഇൻഷാ അല്ലാഹ് ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞ് ഇൻഷാ അല്ലാഹ് വരാൻ ശ്രമിക്കുക. ഇവിടെ സകല പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകളും അള്ളാഹുവിനെ തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധിയും അള്ളാഹ് ഞങ്ങൾക്ക് ഇനി നൽകണം. അള്ളാഹ് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അള്ളാഹ്. ഈ അമല് കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ മഹത്വം കൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ സകല കടങ്ങളും വീട്ടാനുള്ള മാർഗം നീ തുറന്നിട്ട് തരണേ തമ്പുരാനെ. നീ തുറന്നിട്ട് തരണേ അള്ളാഹ്. നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് യാചിക്കാനില്ല റബ്ബേ. നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അള്ളാഹ്. ഈ അമല് കൊണ്ട് ഞങ്ങൾക്ക് നീ ഉത്തരം നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് അമല് നമ്മളിനി കൂടുതലൊന്നും വലിച്ചു നീട്ടി നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. എങ്ങനെയാണ് ഈ അമല് ചെയ്യേണ്ടത്? വെറും 7 ദിവസം, വെറും 7 ദിവസം നിങ്ങൾ ചെയ്യണം. 2 സമയത്താണ്, പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും. പ്രഭാത സമയം എന്ന് പറയുമ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ അമൽ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, നിങ്ങളെ കടകളെല്ലാം വീടും. അത്രയും ഉസ്താദിൻ്റെ ഉറപ്പ് ഞങ്ങൾക്ക് തരാനുള്ള കാരണം ഇത് ചെയ്തവർക്ക് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്, എന്നോട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും പകർന്നു നൽകുന്നത്. നിങ്ങളെ സകല കടങ്ങളും വീടും. ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, നല്ല ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം മുന്നിൽ വെക്കുക. എന്നിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 18ാമത്തെ സൂക്തം സൂറത്തുൽ കഹ്ഫ്, നമുക്ക് സുപരിചിതമായിട്ടുള്ള സൂറത്താണ്. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ പതിവാക്കുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിലെ 10ാം ആയത്തിലെ ഈ ഒരു വചനം റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ. ഈ ഒരു വചനം നിങ്ങൾ 7 പ്രാവശ്യം ഓതി, ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ഈ എടുത്തു വെച്ച വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. നമ്മൾ ഇഷ്ഫി എന്ന് പറയുമ്പോൾ പറയുന്നതിൻ്റെ ശക്തി കൊണ്ട് ആ വെള്ളം അനങ്ങണം. 3 പ്രാവശ്യം ഇഷ്ഫി എന്ന് പറയാം. പിന്നീടും ചൊല്ലാം റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ. അങ്ങനെ 7 പ്രാവശ്യം പറയാം. ഈ ആയത്തിൻ്റെ ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ നാഥ, നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളുടെ കാര്യങ്ങൾ നേരായ രീതിയിൽ നീ ആക്കുകയും ചെയ്യണമേ. എന്ത് മനോഹരമായിട്ടുള്ള അർത്ഥമാണ്. നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നൽകണം, ഞങ്ങളെ കാര്യങ്ങളെല്ലാം നീ നേരായ രീതിയിൽ ആക്കുകയും ചെയ്യണമേ തമ്പുരാനെ. അങ്ങനെ 7 പ്രാവശ്യം ഈ ആയത്തിനെ പറഞ്ഞ് മന്ത്രിച്ച് പിന്നീട് ഈ ഒരു ദിക്ർ 70 പ്രാവശ്യം ചൊല്ല. ഏതാണ് ആ ദിക്ർ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഏതാണ് ഈ ദിക്ർ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിക്റിനെ പരിചയപ്പെടുത്തിയത് കൻസും മിൻ കുനൂസിൽ ജന്ന, ഇത് സ്വർഗനിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. ഈ ദിക്ർ മതി നിന്റെ കടങ്ങൾ പരിപൂർണമായി വിടാൻ. ഇത് 70 പ്രാവശ്യം ചൊല്ലി ഈ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിച്ച് ഈ വെള്ളം കുറച്ച് കയ്യിലേക്കാക്കി മുഖം തടവുക, നമ്മളെ മുഖം പരിപൂർണമായി തടവുക. പിന്നീട് ഈ വെള്ളത്തിലെ ബാക്കി വെള്ളം 3 മുറുക്കായിട്ട് നീ കുടിക്കുകയും ചെയ്യാം പ്രഭാത സമയത്ത്. അതുപോലെ തന്നെ പ്രദോഷ സമയത്തും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഈ അമലിനെ നീ ചെയ്യുക. ഇങ്ങനെ 7 ദിവസം നീ തുടർച്ചയായി ചെയ്താൽ കടങ്ങൾ വീടാനുള്ള വഴി ഒരുങ്ങുമെന്ന് മുഅ്മിനീങ്ങളെ. അതിൻ്റെ ത്വരീഖ്, അതിൻ്റെ വഴി അള്ളാഹു എളുപ്പമാക്കി തരും. ഈ അമലിനൊന്ന് ചെയ്തു നോക്ക്. ഞാൻ ധാരാളം ആളുകൾക്ക് കൊടുത്ത് റിസൾട്ട് ലഭിച്ചതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഈ മജ്‌ലിസിൽ നിന്ന് ഈ അമലിനെ ഒരു ഇജാസത്തോടുകൂടി ഒരു സമ്മതത്തോട് ഞാൻ കൂടി നിങ്ങൾക്ക് തരികയാണ്. അതിനുള്ള സമ്മതം ഞാൻ തരികയാണ്. എല്ലാവരും ആത്മാർത്ഥമായി സ്വീകരിക്കാൻ, ആത്മാർത്ഥമായി സ്വീകരിച്ച് ഈ അമലിനെ
തുടർച്ചയായി 7 ദിവസം, ഒരു ദിവസം അതിൽ നിന്ന് വിടാൻ പാടില്ല. സുബഹി നിസ്കാരത്തിന് ശേഷവും ഇശാ മഗ്‌രിബിന്റെ ഇടയിലും നിങ്ങൾ ചെയ്താൽ നിങ്ങളെ സകല കടങ്ങളും അള്ളാഹു വിട്ടിത്തരും. അതിനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി തരും. ഈ അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നീ സ്വീകരിക്കുക. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ അമൽ കൊണ്ട് നീ വലിയ ഉത്തരം നൽകണേ തമ്പുരാനെ, നീ ഉത്തരം നൽകണം അല്ലാഹ്. ഞങ്ങളെ സകല കടങ്ങളും വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സ്വീകരിക്കാം. ധാരാളം അമലുകൾ നമ്മൾ ഓരോരോ മജ്‌ലിസിൽ നമുക്ക് പറയുന്നുണ്ട്. എല്ലാവരും ഓരോരോ അമലിനെയും ഏറ്റെടുക്കുക. ഈ മജ്‌ലിസ് കാണുന്നവർ, നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.